ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ആദ്യം തന്നെ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡെസ്ക് മേക്ക് ഓവർ പ്ലസ് ന്യൂ ഇയർ പ്രിപ്പറേഷൻ അങ്ങനെ ഒരു വീഡിയോ ആണ്. അപ്പോൾ ന്യൂ ഇയർ ആയതുകൊണ്ട് തന്നെ ആദ്യം നിങ്ങളുടെ സ്പേസ് നിങ്ങൾ ക്ലീനാക്കി വെക്കുക. എവിടെയാണോ നിങ്ങൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത്, ചിലപ്പോൾ സ്റ്റഡി ഏരിയ ആവാം, ചിലപ്പം ബെഡ്റൂം ആവാം, എവിടെ ആയാലും അവിടെ ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യുക. ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ അവിടെ നിന്ന് എടുത്ത് മാറ്റി അവിടെ എല്ലാം ഒന്ന് അടുക്കും ചിട്ടയാക്കി വയ്ക്കുക. അപ്പോൾ ഫസ്റ്റ് വീഡിയോ കണ്ടതുപോലെ ഞാൻ ഈ ഒരു സൈഡാണ് ടേബിൾ ഇട്ടിരുന്നത്, അത് മാറ്റി ഞാനൊരു കോർണർ സൈഡ് ആക്കിയിട്ടുണ്ടായിരുന്നു. ഈ കാണിക്കുന്നത് എൻ്റെ ഹെർബേറിയം ആണ് കേട്ടോ. ലാസ്റ്റ് നമുക്ക് ഹെർബേറിയം വയ്ക്കണം. ബോട്ടണി സ്റ്റുഡൻസിന് അറിയായിരിക്കും. ഏകദേശം ഒരു 26 ഫാമിലി നമുക്ക് പഠിക്കാനുണ്ട്. ആ 26 ഫാമിലിയിൽ നിന്നും ഒരുപാട് ചെടികൾ ഇതേപോലെ ഉണക്കി ഹെർബേറിയം പ്രോജക്റ്റ് നമുക്ക് വയ്ക്കണം കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ ഈ ന്യൂസ് പേപ്പറിനകത്തെല്ലാം സെറ്റ് ചെയ്ത് വച്ചിരുന്നത്. അപ്പോൾ എടുത്തപ്പോൾ നിങ്ങൾക്കും കൂടെ കാണിക്കണമെന്ന് വിചാരിച്ചു, അതാണ് നിങ്ങൾക്കും കൂടെ കാണിച്ചു തന്നത്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ സ്പേസ് എങ്ങനെയാണോ നമ്മൾ ക്ലീൻ ചെയ്ത് വയ്ക്കുന്നത് അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ ഫോണിൻ്റെ സ്റ്റോറേജും. അപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത ഫോട്ടോസും വീഡിയോസ് അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാം ഡിലീറ്റ് ചെയ്ത് കളയുക. ആവശ്യമില്ലാത്ത കുറേ ഫോട്ടോസൊക്കെ കാണുമല്ലോ. 2025 കുറേ നോട്ട്സ് ആയാലും കുറേ ഡോക്യുമെൻറ്റ്സ് ആയാലും ഒരുപാട് PDF-ഉം എക്സാമൊക്കെ ആയിരുന്നില്ലേ. അപ്പോൾ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ അതെല്ലാം ഡിലീറ്റ് ചെയ്ത് കളയാം. അതോടൊപ്പം കുറേ നെഗറ്റീവായിട്ടുള്ള ആൾക്കാർ നമ്മുടെ ജീവിതത്തിലുണ്ടായിരുന്നു. 2025 എന്നൊരു ജീവിതത്തിൽ നമുക്ക് എപ്പോഴും നെഗറ്റീവ് തന്നുകൊണ്ടിരുന്നു, അല്ലെങ്കിൽ എപ്പോഴും നമുക്ക് അവരോട് നടക്കുമ്പോഴത്തേക്ക് ഒരുപാട് നെഗറ്റീവ് തോന്നിയിട്ടുള്ള ആൾക്കാർ കൂടെ കാണുമായിരിക്കും. അവരെയും കൂടെ ഒന്ന് ഡിലീറ്റ് ചെയ്ത് കളയാം. പുതിയൊരു വർഷത്തോട്ട് പോകുമ്പം ഒരു പോസിറ്റീവായിട്ട് നമ്മൾ ജീവിക്കുക, അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് പുതിയൊരു വർഷത്തിലേക്ക് പോവുക. അങ്ങോട്ട് പോകുമ്പോൾ എന്തിനാണ് വെറുതെ ഈ നെഗറ്റീവ് വൈബ് തരുന്നവരെയും കൂടെ കൊണ്ടുപോകുന്നത്? അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയുക, നമ്മുടെ ലൈഫിൽ നിന്ന് അവരെ മാറ്റി നിർത്തുക. നെക്സ്റ്റ്, പ്രോപ്പറായിട്ടുള്ളൊരു റൊട്ടീൻ സെറ്റ് ചെയ്യുക. നിങ്ങൾ മാക്സിമം ഒരു രാവിലെ 8 മണി 8:30 അതിനുള്ളിൽ ഉറക്കം എഴുന്നേറ്റ് സ്കിൻ കെയർ എല്ലാം ചെയ്തിട്ട് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കറക്റ്റ് ടൈമിന് കഴിക്കുക. അതുപോലെ ഒരു റൊട്ടീൻ സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ന്യൂ ഇയറൊക്കെ ആയതുകൊണ്ട് ആദ്യത്തെ കുറച്ച് ദിവസം ഇങ്ങനെയൊക്കെ ചെയ്യുമായിരിക്കും. പിന്നെ പോകെ നമ്മൾ മടിക്കും, ഈ കാര്യങ്ങളൊക്കെ മറക്കും. സോ അങ്ങനെയൊന്നും ചെയ്യാതെ കറക്റ്റ് പ്രോപ്പറായിട്ടുള്ളൊരു റൊട്ടീൻ സെറ്റ് ചെയ്ത് അത് തന്നെ ഫോളോ ചെയ്യാൻ നോക്കാം. അതുപോലെ നമ്മൾ പഠിക്കാൻ ഇരിക്കുമ്പോഴത്തേക്കും നമ്മൾ ഇത്ര മണി മുതൽ ഇത്ര മണി വരെ കറക്റ്റായിട്ടിരുന്ന് പഠിക്കുക. അതിൻ്റെ ഇടയിൽ വേറെ ഒരു കാര്യത്തിലും ഫോക്കസ് പോകരുത്, വേറെ ഒരു കാര്യത്തിലും എൻഗേജ് ആയി പോകരുത്. ഫോൺ എടുക്കാതെ തന്നെ ഇരുന്ന് മാക്സിമം പഠിക്കാൻ നോക്കുക. അടുത്തത് മെയിനായിട്ടുള്ളൊരു കാര്യമാണ്, 2026 ന്യൂ ഇയർ ആണ്. അപ്പോൾ ആ ഒരു വർഷം നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ അച്ചീവ് ചെയ്യണം എന്നൊരു ഗോൾ നിങ്ങൾ സെറ്റ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ജേണൽ എഴുതുന്നവരാണെങ്കിൽ ജേണലിൽ എഴുതി വയ്ക്കുക, അല്ലെങ്കിൽ ഇതുപോലൊരു വിഷൻ ബോർഡൊക്കെ സെറ്റ് ചെയ്ത് നിങ്ങൾ എന്നും നോക്കുന്ന സ്ഥലത്തിലൊന്ന് സെറ്റ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഈ ഗോൾ സെറ്റ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ കഴിയും, മാക്സിമം നിങ്ങളെക്കൊണ്ട് ചെയ്യാൻ പറ്റുമെന്നുള്ള എല്ലാ കാര്യങ്ങളും ആ ഒരു ഗോൾസിൽ നിങ്ങൾ സെറ്റ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ എഴുതി വെച്ചാൽ മാത്രം പോരാ, അല്ലെങ്കിൽ ഇതുപോലെ വാളിൽ സ്റ്റിക്ക് ചെയ്ത് വെച്ചാൽ മാത്രം പോരാ. അതിനുവേണ്ടി നമ്മൾ ഹാർഡ് വർക്കും ചെയ്യണം, നമ്മുടെ മാക്സിമം എഫേർട്ടും ഇട്ട് ആ ഒരു കാര്യങ്ങൾ നമ്മൾ അച്ചീവ് ചെയ്യാൻ ശ്രമിക്കണം. ദെൻ ഫോർഗോട്ട് യുവർ പാസ്റ്റ്. 2025 കഴിഞ്ഞു പോയി. ഇനി ഏതാനും കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ പുതിയൊരു വർഷം ആവാൻ, 2026 ആകാൻ. സോ അതുകൊണ്ട് കഴിഞ്ഞു പോയ കാര്യങ്ങൾ ഓർത്ത് വിഷമിച്ച് റിഗ്രറ്റ് അടിച്ചിരിക്കാതെ പുതിയൊരു വർഷം അത് എങ്ങനെയൊക്കെ ഇമ്പ്രൂവ് ചെയ്യാം, എങ്ങനെയൊക്കെ ഹാപ്പി ആയിട്ടിരിക്കാം, നമ്മുടെ മിസ്റ്റേക്കുകളെല്ലാം നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് അതെല്ലാം ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കാം. അല്ലാതെ പഴയ കാര്യങ്ങൾ ഓർത്തുകൊണ്ട് വിഷമിച്ചിരിക്കാതെ പുതിയൊരു വർഷത്തിൽ പുതിയൊരു ആളായിട്ട് ജീവിക്കാം. 2025 നമ്മുടെ ഇഷ്ടമുള്ളവർ നമ്മളെ വിട്ടു പോയിട്ടുണ്ടാവാം, നമുക്ക് ഒരുപാട് ഫ്രണ്ട്സിനെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം. പക്ഷേ അതൊക്കെ ഓരോ റീസൺ കൊണ്ടായിരിക്കും. മേ ബി നമ്മളായിരിക്കില്ല അതിൻ്റെ റീസൺ, അവർക്ക് നമ്മുടെ അടുത്ത് നിൽക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാവാം അവർ നമ്മളെ ഇട്ടിട്ട് പോയത്. അപ്പോൾ അത് ആലോചിച്ച് വിഷമിച്ചിരിക്കാതെ പുതിയൊരു വർഷം പുതിയൊരു മനുഷ്യനായിട്ട് ജീവിക്കുക, നമ്മളെ തന്നെ നമ്മൾ ഇമ്പ്രൂവ് ആക്കുക. അടുത്തത്, നമ്മളെ തന്നെ അപ്ഗ്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. ന്യൂ ഹെയർ കട്ടൊക്കെ ട്രൈ ചെയ്ത് നമ്മുടെ ലുക്ക് അപ്ഗ്രേഡ് ചെയ്യുക, അല്ലെങ്കിൽ പുതിയ ഫാഷൻസ് എല്ലാം ട്രൈ ചെയ്യുക. നമ്മളിപ്പോൾ ഹെയർ കട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ലുക്കേ മാറിപ്പോവും. അതുപോലെ നമ്മുടെ പതുക്കെ നമ്മുടെ ലുക്ക് അപ്ഗ്രേഡ് ചെയ്തെടുക്കുക. ദെൻ ടൈം, നമുക്ക് ഒരിക്കലും തിരിച്ചു കിട്ടാത്ത ഒരു കാര്യമാണ് ടൈം. അത്
എന്താണെന്ന് നമുക്കറിയാം. പാസ്റ്റിൽ നമ്മൾ ഒരുപാട് സമയം വെറുതെ വേസ്റ്റാക്കി കളഞ്ഞിട്ടുണ്ട്, ഒരാവശ്യമില്ലാതെ കുറേ സമയം കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി അങ്ങനെ ആയിരിക്കരുത്. നിങ്ങളുടെ ടൈമിനെ നിങ്ങൾ റെസ്പെക്റ്റ് ചെയ്യുക. അതുപോലെ കഴിഞ്ഞ വർഷം നമ്മൾ ഒരുപാട് കളിയാക്കിയവരുണ്ടാവാം, പുച്ഛിച്ചവരുണ്ടാവാം. അപ്പോൾ അവരുടെ മുമ്പിലെല്ലാം നമ്മൾ പ്രൂവ് ചെയ്ത് കാണിക്കുക. നമ്മളെക്കൊണ്ട് പറ്റൂല എന്ന് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ അവരുടെ മുമ്പിൽ ചെയ്ത് കാണിക്കുക. അതുപോലെ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ തുടങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ അത് പൂർത്തിയാക്കുക. നമ്മൾ ഒരിക്കലും മടി കാണിച്ച് അത് പകുതിയിൽ ഇട്ടിട്ട് പോകരുത്. അതുപോലെ തന്നെ നമ്മൾ എന്ത് കാര്യം ചെയ്താലും നമ്മൾ ഇഷ്ടപ്പെട്ട് എൻജോയ് ചെയ്ത് ചെയ്യുക. നമ്മളത് ഇഷ്ടപ്പെടാതെ ചെയ്യുമ്പോഴാണ് നമുക്കവിടെ മടി വരുന്നത്, പല കാര്യങ്ങളും വരുന്നത് അതുകൊണ്ടാണ്. സോ നമ്മൾ എന്ത് ചെയ്താലും നമ്മൾ ഇഷ്ടപ്പെട്ട് ഹാപ്പിയോടെ ചെയ്യുക. അതുപോലെ നിങ്ങൾ പറ്റുവാണെങ്കിൽ ജേർണലിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഞാനും ഈ വർഷം മുതലാണ് ജേർണലിംഗ് ഒക്കെ തുടങ്ങുന്നത്. ഞാൻ ഒരുപാട് വീഡിയോസൊക്കെ ജേർണലിങ്ങിൻ്റെ കണ്ടിട്ടുണ്ട്. അതൊരുപാട് നമ്മളെ സ്കിൽസൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും. സോ പറ്റുന്നുള്ളവർ ജേർണലിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഒരിക്കൽ കൂടെ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. റീസ്റ്റാർട്ട് യുവർ ലൈഫ്. ഗുഡ് ലക്ക് ആൻഡ് ബെസ്റ്റ് വിഷസ്.